ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ കലോത്സവത്തിൽ മഹാരാജാസ് പഠന കേന്ദ്രം ഓവറോൾ ചാമ്പ്യന്മാരായി. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് സ്വന്തം ആസ്ഥാന മന്ദിരത്തിന് 1000 കോടിയോ അതിലധികമോ നൽകാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി KN ബാലഗോപാൽ സമ്മാനദാനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കലോത്സവത്തിൽ എറണാകുളം മഹാരാജാസ് പഠനകേന്ദ്രം ഓവറോൾ ചാമ്പ്യന്മാരായി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. കൊല്ലം DKM ആർട്സ് കോളേജ് പഠനകേന്ദ്രത്തിലെ ദേവിക ജയദാസ് കലാതിലകമായി. കോട്ടയം സർക്കാർ കോളേജിലെ TP രാജീവും TKM കോളേജിലെ A സുരേഷും തുല്യ പോയിന്റോടെ കലാപ്രതിഭാ പട്ടത്തിന് അർഹരായതിനാൽ നറുക്കെടുപ്പിലൂടെ TP രാജീവിനെ കലാപ്രതിഭയായി പ്രഖ്യാപിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജ് പഠനകേന്ദ്രത്തിലെ സ്നേഹ സെബാസ്റ്റ്യൻ കലാരത്ന പട്ടം കരസ്ഥമാക്കി. ട്രാൻസ്ജെൻഡറാണ് സ്നേഹ. 20 പോയിന്റോടുകൂടി സെബാസ്റ്റ്യൻ CA കലാരത്നം പട്ടം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ കലോത്സവം ഇങ്ങനെ ഇത്രയും വിപുലമായി സംഘടിപ്പിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് നേരത്തെ സ്വപ്നം കാണാൻ കഴിയുമായിരുന്നില്ല. അത്രയും വിപുലമായി ഇത് സംഘടിപ്പിച്ച ഈ സർവകലാശാലയുടെ ഭാരവാഹികളോട്, ഇതിൻ്റെ സംഘാടക സമിതിയോട് അവർക്ക് അങ്ങേയറ്റം അഭിനന്ദനം അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ചടങ്ങിൽ വൈസ് ചാൻസലർ PM മുബാറക് പാഷ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി അജോയ് ചന്ദ്രൻ വിശിഷ്ടാതിഥിയായി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.